ദൈവനാമം മഹത്വപ്പെടട്ടെ. കൊലോസ്യ ലേഖനത്തിൻ്റെ കേന്ദ്രപ്രമേയം ഉൾക്കൊള്ളുന്ന ഭാഗമാണ് കൊലോസ്യർ 1:14 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ. ക്രിസ്തു പ്രപഞ്ചത്തിൻ്റെയും സഭയുടെയും കേന്ദ്രബിന്ദുവായിരിക്കുന്നത് എപ്രകാരമാണെന്ന് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. പഴയ നിയമത്തിലെ സദൃശ്യവാക്യത്തിലും മഹാജ്ഞാനത്തിലും ദൈവത്തിൻ്റെ ജ്ഞാനത്തിനെ ഒരു വ്യക്തിയായാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് സദൃശ്യവാക്യങ്ങൾ 8, മഹാജ്ഞാനം 6:12, 14:7 മുതൽ 10 വരെ. അവിടെ പറയുന്നു, സൃഷ്ടിക്ക് മുമ്പേ ജ്ഞാനമുണ്ടായിരുന്നു. ആ ജ്ഞാനത്തിൻ്റെ പ്രവർത്തനം സൃഷ്ടികർമ്മത്തിലും പ്രപഞ്ചത്തിൻ്റെ ഐക്യത്തിലും ഉണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലൂടെ വെളിപ്പെടുത്തിയ ആത്മീയ മർമ്മമായ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ക്രിസ്തുവായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിച്ചിരുന്നതുകൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല എന്നതിലൂടെ പ്രകാശിക്കുന്ന വെളിച്ചമായി ക്രിസ്തുവിനെ നാം വെളിപ്പാട് പുസ്തകത്തിലും കാണുന്നത് പോലെ ഇവിടെ കൊലോസ്യ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറഞ്ഞ് വെളിപ്പെടുത്തുന്നു. പഴയ നിയമത്തിൽ നാം കണ്ട ജ്ഞാനം ക്രിസ്തുവായിരുന്നു. യഹോവ ഭക്തിജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നുവെന്ന് സദൃശ്യവാക്യങ്ങൾ 9:10 വെളിപ്പെടുത്തുമ്പോൾ, ജ്ഞാനം മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ്സുണ്ടാകുമെന്നോർക്കുക. അത് പ്രാപിക്കുവാനായി ജ്ഞാനം എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കുമെന്ന് യാക്കോബ് 1:5 പറയുന്നു. ഇതൊരു വരമാണ്. എന്നാൽ വിവേകമെന്നത് ലൗകികമായ ജ്ഞാനമല്ല, മറിച്ച് പരിജ്ഞാനമാണ്. അതായത് ആത്മീയമായ തിരിച്ചറിവും ദൈവികമായ വഴികളിൽ നടക്കുവാനുള്ള കൃപയുമാണ് വിവേകം. പഴയ നിയമത്തിൽ ജ്ഞാനമായും സുവിശേഷങ്ങളിൽ ജീവനും വെളിച്ചമായും വചനവുമായും, കൊലോസ്യ ലേഖനത്തിൽ സൃഷ്ടാവും സഭയുടെ തലയുമായ സർവ്വവ്യാപിയായ ക്രിസ്തുവായും, വെളിപാട് പുസ്തകത്തിൽ നിത്യതയെ പ്രകാശിപ്പിക്കുന്ന തേജസ്സായും വാഴ്ത്തപ്പെടുന്ന യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ചെയ്ത ദേഹരൂപമാണ്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നുവെന്ന് കൊലോസ്യർ 1:15. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന് കൊലോസ്യർ 2:9. ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ 10:30 വെളിപ്പെടുത്തുന്നു. മനുഷ്യന് ദേഹവും ദേഹിയും ആത്മാവും ഉള്ളതുപോലെ ദൈവത്തിനും ദേഹവും ദേഹിയും ആത്മാവുമുണ്ട്. ദൈവത്തിൻ്റെ ദേഹരൂപമായിരുന്ന് മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവെങ്കിൽ, ക്രിസ്തു ഉത്ഥാനം ചെയ്തതിന് ശേഷം മറ്റൊരു കാര്യസ്ഥനായി നമ്മെ നയിക്കുവാനെത്തിയ ദൈവത്തിൻ്റെ ആത്മാവായ ദൈവമാണ് പരിശുദ്ധാത്മാവ്, അതായത് പരിശുദ്ധ റൂഹ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഈ ദിവ്യരഹസ്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുകയും നാം ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യുന്നു. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.